നമസ്കാരം. ഫണ്ട് 360 പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. പ്രൊഫസർ മാത്യു. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലായിടത്തും നടക്കുന്ന ഒരു ചർച്ചയാണ്. അതായത് ഗവൺമെൻറ്റിന് ഈ വരുന്ന ബജറ്റിൻ്റെ അകത്ത് പുതിയൊരു നികുതിയും കൂടി കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡേഴ്സിനും നിക്ഷേപകർക്കൊക്കെ വേണ്ടിയിട്ട്. മറ്റൊന്നുമല്ല, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് അവരുടെ ലാഭത്തിൻ്റെ 30% ഗവൺമെൻറ് ലോട്ടറിയിൽ നിന്നും ക്രിപ്റ്റോ കറൻസിയിൽ നിന്നുമൊക്കെ കളക്ട് ചെയ്യുന്ന പോലെ ടാക്സ് സോഴ്സിൽ തന്നെ ഡിഡക്റ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക നികുതി കൊണ്ടുവന്നു. അതായത് മൊത്തം കിട്ടുന്ന ലാഭത്തിൻ്റെ 1/3 ഗവൺമെൻറ് മറ്റ് ബ്രോക്കറേജും മറ്റ് ട്രാൻസാക്ഷൻ ടാക്സും ഗവൺമെൻറ് ടാക്സും IGST എല്ലാം കൂടി കൂടാതെ എടുത്തിട്ട് പോകും. അപ്പോൾ ഏകദേശം എല്ലാവരും കൂട്ടിക്കഴിഞ്ഞാൽ ഈ 30% കൊണ്ടുപോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 33.4%, 33.73% ഗവൺമെൻറ്റിലേക്ക്, അതായത് ഗവൺമെൻറ്റിലേക്കല്ല, മൊത്തം കയ്യിൽ നിന്ന് പോകുമെന്ന് വേണം നമുക്ക് കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അപ്പോൾ ഇത് എത്തരത്തിൽ മാർക്കറ്റിനെ ബാധിക്കും, അഥവാ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നെല്ലാമാണ് ഇന്നത്തെ ചർച്ചയിലുള്ളത്. കാരണം നമുക്കറിയുന്ന പോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അത് മാർക്കറ്റിനെ മൊത്തമായിട്ടാണ് ബാധിക്കുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിന് നികുതി കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് തകർന്ന് തരിപ്പണായ ഒരു ദിവസം. അതേപോലെ തന്നെ പണ്ടത്തെ കാലത്ത് STT കൊണ്ടുവന്ന സമയത്ത് STT കൊണ്ടുവന്നു എന്ന് പറഞ്ഞ ആ ഒരു ദിവസം അന്ന് മാർക്കറ്റ് പതിവില്ലാത്ത വിധം 3% അടുത്ത് ഇടിഞ്ഞു. അപ്പോൾ എന്തൊക്കെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഉള്ള ഒരു നികുതി കൊണ്ടുവരാൻ പോകുന്നു, അപ്പോഴെല്ലാം മാർക്കറ്റ് ഇടിഞ്ഞു തകരുന്ന ഒരു സാധാരണ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംഗതി എത്തരത്തിൽ മാർക്കറ്റിനെ ബാധിക്കുമെന്നും അത് എപ്രകാരമായിരിക്കും ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഇത് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഈ ഒരു എപ്പിസോഡിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് കാര്യമായിട്ട് നോക്കേണ്ട കാര്യം എന്തിനാണ് ഗവൺമെൻറ് ഇങ്ങനെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും വളരെ മോശമായിട്ടുള്ളതും ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക് മാർക്കറ്റിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ്, സാധാരണക്കാരെ അവരുടെ കഞ്ഞുകൂടി മുട്ടിക്കാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ രീതിയിലുള്ള പല കമൻറ്റുകളും കുറേ വീഡിയോകളൊക്കെ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടു. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ദീർഘകാലത്തേക്കുള്ള ഇങ്ങനൊരു ടാക്സ് കൊണ്ടുവരികയാണെങ്കിൽ ഇതിൻ്റെ ദീർഘകാലത്തേക്കുള്ള ഒരു അനന്തര ഫലങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഒന്നേ പറയാനുള്ളൂ: ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ നല്ല കാലങ്ങളായിരിക്കും അങ്ങോട്ടേക്ക്, ദീർഘകാലത്തേക്ക്. ചിലപ്പോൾ ഒരു ചുരുങ്ങിയ കാലത്തേക്ക്, അതായത് ഇങ്ങനത്തെ ഒരു ടാക്സ് കൊണ്ടുവന്നിട്ട് ഒരു 3-4 മാസത്തേക്ക് ചിലപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കണമെന്ന് നിർബന്ധമില്ല. കാരണം നമുക്കറിയുന്ന പോലെ തന്നെ ഇവിടെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൻ്റെ അകത്ത് ഡെറിവേറ്റീവ് ഫോർവേഡ് കോൺട്രാക്ട്സ് എല്ലാം ജനറേറ്റ് ചെയ്യുന്നത് പലപ്പോഴും അതിൻ്റെ 99% സ്പെക്കുലേറ്റീവ് ട്രേഡ് ആയിട്ടാണ്. അതേസമയം ഈ F&O എന്ന് പറയുന്ന ഈ ഒരു പ്രത്യേക ഇൻസ്ട്രുമെൻറ്റ്സ് കൊണ്ടുവന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഹെഡ്ജിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ടാണ്. അണ്ടർലൈങ് അസറ്റിൻ്റെ ഹോൾഡ് ചെയ്യുന്നവരുടെ നഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. പക്ഷേ എങ്കിൽ പോലും ഇതിൻ്റെ 99.9% കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഈ സീനിലേക്ക് വന്നേ പിന്നെ 2020 ശേഷം അപ്പോൾ ഹെഡ്ജിങ് എന്നുള്ളതിനേക്കാളും കൂടുതൽ ട്രേഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്ന ഒരു ആക്സസിൻ്റെ ഒരു റിസർച്ച് റിപ്പോർട്ട് ഞാൻ ഏകദേശം 3-4 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നു. അതിൽ പറയുന്ന പോലെ തന്നെ അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഗവൺമെൻറ് കൊണ്ടുവന്ന് വെച്ചാൽ, ഒന്ന് റീറ്റെയിൽ നിക്ഷേപകരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്കറിയുന്ന പോലെ തന്നെ സെബിയുടെ റിപ്പോർട്ട് അനുസരിച്ച് 90% പേരും 90% നഷ്ടം ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിന് വരുത്തിയിട്ടുണ്ട്. അവരുടെ ഫണ്ട്സ് 90% ഒലിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എൻട്രി ബാരിയർ ഉയർത്തുകയോ അല്ലെങ്കിൽ ഇതിന് കിട്ടുന്ന ലാഭത്തിൻ്റെ ബഹുഭൂരിപക്ഷവും ഗവൺമെൻറ് കൊണ്ടുപോകുമെന്ന് തോന്നുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഈ പറഞ്ഞ പോലെ അന്ധമായിട്ട് എടുത്തു ചാടുന്നവരുടെ എണ്ണം, പ്രത്യേകിച്ച് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ എണ്ണം വളരെയധികം കുറയും. എങ്കിൽ പോലും എനിക്ക് അത്ര വലിയ പ്രതീക്ഷയില്ല. കാരണം ഞാൻ വളരെ അനേകം പേരെ ഞാൻ കണ്ടിട്ടുണ്ട് 2020 സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നിട്ട് ഇതുവരെയും ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുകയോ അങ്ങനത്തെ ഒരു സംഭവം ഉള്ളതായിട്ടോ പോലും അറിയാതെ ട്രേഡ് ചെയ്തിട്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ടും ഒക്കെ പോകുന്നവർ ഒട്ടനേകം പേരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇങ്ങനെയുള്ളവരുടെയൊക്കെ മനസ്സിലേക്ക് എത്തുമോ എന്നോ ഇതെല്ലാം അവരെ പിടിച്ചു നിർത്തുമെന്നോ ഞാൻ കരുതുന്നില്ല. എങ്കിൽ പോലും ഗവൺമെൻറ്റിന് ആകുന്നത് ചെയ്യുന്നുവെന്ന് നമുക്ക് കണക്ക് കൂട്ടാം. കാരണം മൊത്തം ഉണ്ടാക്കുന്ന ലാഭത്തിൻ്റെ 1/3 എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ഇത് ലോട്ടറി അല്ലെങ്കിൽ നമ്മുടെ ക്രിപ്റ്റോ കറൻസിയുടെ അതേ ഇതിലേക്കാണ് F&O കൊണ്ടുവരുന്നത്. അതായത് സ്പെക്കുലേറ്റീവ് എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ മുകളിലേക്കാണ് കൊണ്ടുവരുന്നതെങ്കിൽ, ക്രിപ്റ്റോ കറൻസിയുടെ അതേ കാറ്റഗറിയിലേക്കാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഇതിനകത്ത് ചെറിയൊരു അപകടം ഒളിഞ്ഞിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് നെറ്റ് പ്രോഫിറ്റിൻ്റെ മുകളിലല്ല ഈ പറഞ്ഞ ടാക്സ് ലെവി ചെയ്യുന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഒരു 100 രൂപ ഇട്ടിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം 10 രൂപ ലാഭം ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 30%, അതായത് 3 രൂപ അന്ന് ടാക്സ് ഓബ്ലിഗേഷനായിട്ട് വരുന്നു. അടുത്ത ദിവസം നിങ്ങൾക്ക് 10 രൂപ നഷ്ടം വന്നു കഴിഞ്ഞാൽ അതിനാരും ഇങ്ങോട്ടൊന്നും തിരിച്ചു തരില്ല. അതായത് നിങ്ങൾക്ക് ലഭിക്കുന്ന ലാഭത്തിന് 30% കൊണ്ടുപോകും, പക്ഷേ നഷ്ടം ആർക്കും അതിന് ഉത്തരവാദിത്വം ഇല്ല. അതേസമയം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്ത് ബാക്കിയുള്ള ട്രേഡ്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇയറിൻ്റെയുള്ള നെറ്റ് പ്രോഫിറ്റിൻ്റെയാണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്. ലാഭത്തിൽ നിന്ന് നഷ്ടം തട്ടിക്കഴിച്ചിട്ടുള്ള ബാക്കിയാണ് നമുക്ക് ഒരു ലാഭമായിട്ട് കണക്ക് കൂട്ടുന്നത്. അതിന് തത്തുല്യമായിട്ടുള്ള 10%, 15% നമ്മൾ ടാക്സ് ആയിട്ട് നമ്മൾ പേ ചെയ്യുന്നത്, LTCG STCG ആയിട്ട്. അപ്പോൾ ചിലർക്കൊക്കെ സംശയം ഉണ്ടാവും, ഇപ്പോൾ എങ്ങനെയാണ് ടാക്സ്
ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്ഷൻ ഇതുവരെയുള്ളത് അതൊരു ബിസിനസ് ഇൻകമായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇൻകമിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഏതാണോ ടാക്സ് ലാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്യും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു വരുമാനം, നിങ്ങളുടെ ശമ്പളത്തിൽ നിന്നുള്ള വരുമാനം 9 ലക്ഷം രൂപയുണ്ട്. അതേസമയം നിങ്ങൾ ഒരു 3 ലക്ഷം രൂപ ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്ഷൻസ് ലാഭം ഉണ്ടാക്കിയാൽ നിങ്ങളുടെ മൊത്തം വാർഷിക വരുമാനം എന്ന് പറയുന്നത് 12 ലക്ഷമായിട്ട് കണക്ക് കൂട്ടും. അതിൻ്റെ അകത്ത് STCG LTCG ഒന്നും വില കാൽക്കുലേറ്റ് ചെയ്യാതെ നിങ്ങളുടെ മൊത്തം വരുമാനമായിട്ട് കണക്ക് കൂട്ടിയിട്ട് അപ്പോൾ 12 ലക്ഷത്തിന് നിങ്ങൾ ഏത് ടാക്സ് ലാബിലാണല്ലോ ഉള്ളത് അതിന് ആനുപാതികമായിട്ട് നിങ്ങൾ നികുതി പേ ചെയ്യണം എന്നുള്ളതാണ് കാര്യം. പിന്നെ ഇതിൻ്റെ അകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വലിയ ഒരു മാജിക്കലായിട്ടുള്ള വളരെ അത്യപൂർവമായിട്ടുള്ള ലാഭങ്ങൾ പലപ്പോഴും കാണിച്ചിട്ടാണ് പല ട്രെയിനേഴ്സും ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ആളെ വിളിച്ചു കൂട്ടുന്നത്. ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള ട്രെയിനേഴ്സിന് ഇത്തരത്തിലുള്ള ഒരു നികുതി, വലിയൊരു നികുതി, 1/3 ലാഭം സർക്കാർ കൊണ്ടുപോകുമെന്നുള്ള ഇത് പ്രചാരം നേടിയാൽ ഇത്തരക്കാരുടെ എല്ലാം മിക്കവരുടെയും കച്ചവടം എല്ലാം പൂട്ടിപ്പോകാനാണ് വലിയൊരു സാധ്യതയുള്ളത്. അതുവഴി ഒട്ടനേകം പേരുടെ പണം രക്ഷപ്പെട്ടേക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, ഞാൻ ദീർഘകാലത്തേക്ക് ഇങ്ങനത്തെ ഒരു നീക്കം വളരെ നല്ലതാണെന്ന് പറയുന്നതിൻ്റെ കാരണം, നമുക്കറിയാം ഒരു കാര്യം, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഇപ്പോഴും ഒരു 50% പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ചൂതാട്ട കേന്ദ്രമല്ലേ, ഇട്ടവരുടെ എല്ലാം കാശ് പോയെന്ന് പറയുന്നു. മറ്റൊന്നുള്ള കാരണം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വളരെയധികം ചെറുപ്പക്കാർ വന്നത് അവരെല്ലാവരും വന്ന് കാശിട്ടത് ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്ഷൻസിലാണ്. അവർക്കെല്ലാം 90% പണം നഷ്ടമായെന്നാണ് സെബി പറയുന്നത്. ഇവർ പുറത്തു പോയിട്ട് പറയുന്നത് അയ്യോ മൊത്തം നഷ്ടപ്പെട്ടു, എൻ്റെ കയ്യിലുണ്ടായിരുന്നു എല്ലാം പോയി, ഭാര്യയുടെ വെട്ടുകാരി വരെ പണയം വെക്കേണ്ടി വന്നു എന്നാണ്. അപ്പോൾ അത് കേൾക്കുന്ന ഒരാൾ ഒരു 10 ആളോട് പറഞ്ഞാൽ 10 പേരെയും ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് അകന്നു പോകാനാണ് പ്രേരിപ്പിക്കുന്നത്. പക്ഷേ അതേസമയം ഈ നഷ്ടമുള്ളവരുടെ കാര്യം, ഇതിൻ്റെ അകത്തുനിന്ന് ഇത്തരത്തിലുള്ള ചെറിയ, പ്രത്യേകിച്ച് വലിയ മാർക്കറ്റിനെ കുറിച്ച് വലിയ അവഗാഹമില്ലാത്തതും പെട്ടെന്ന് പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവരുടെയും ഇവരുടെ ഒരു വരവങ്ങോട്ട് നിന്നു കഴിഞ്ഞാൽ അവർ മറ്റുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ അവരാകെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്സിൻ്റെ അകത്ത് നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയോ ഷോർട്ട് ടേം അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് പോവുകയോ ചെയ്യുകയാണ് ചെയ്യുന്നത്. താരതമ്യേന അതിന് അണ്ടർലൈങ് അസറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ താരതമ്യേന അതിന് നഷ്ടം വരാനുള്ള സാധ്യതകൾ കുറവാണ്. അഥവാ നിങ്ങളുടെ കയ്യിലൊരു അസറ്റ് എല്ലാ കാലത്തും അവിടെ ഇരിക്കുമെന്നുള്ളൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ കൂടുതൽ പേര് നെഗറ്റീവായിട്ടുള്ള കമൻസ് പറയുന്നവരുടെ എണ്ണം കുറയുന്നതുകൊണ്ട് തന്നെ കൂടുതൽ മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഓട്ടോമാറ്റിക്കലി വളരെ കൂടുതലാണ്. ഇങ്ങനെ കൂടുതൽ മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് കാണുന്ന പോലെ തന്നെ കൂടുതൽ ഫണ്ട്സ് മാർക്കറ്റിലേക്ക് ഇൻഫ്ലോ ഉണ്ടാവും. പതുക്കെ മാർക്കറ്റ് ഉയർന്നു തന്നെ പോവുകയും ചെയ്യും. അതായത് അവിടെ ഒരു ഡിമാൻഡ് റൈസ് ചെയ്യുന്നു മാർക്കറ്റിലേക്ക് ഫണ്ട് കൂടുതൽ വരുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചെറിയ കാലത്തേക്ക് നികുതി എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ മാർക്കറ്റ് ഒന്ന് പൊട്ടി താഴെ വീണേക്കാം. പക്ഷേ ദീർഘകാലത്തേക്ക് എന്തുകൊണ്ടും ഇത് ആരോഗ്യകരമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയായിട്ട് ഭവിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, മാർക്കറ്റിൽ ഒരു ബെറ്റർ ലിക്വിഡിറ്റി ഉണ്ടാവും. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഇങ്ങനത്തെ ഒരു സംഭവം കൊണ്ടുവരുമോ എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് വളരെ വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ എനിക്ക് വളരെ സംശയമുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഇങ്ങനത്തെ ഒരു സംഭവം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള മിക്ക ബ്രോക്കേഴ്സിൻ്റെയും ഒരു 50 മുതൽ 60% വരെയുള്ള റവന്യൂ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ബ്രോക്കേഴ്സിൻ്റെ ഒരു അസോസിയേഷൻ അവരുടെ വക പ്രഷർ കൊണ്ട് ഈ പറഞ്ഞ സംഭവങ്ങൾ നിർത്തിപ്പോകാനാണ് വഴി. അങ്ങനത്തെ കൊണ്ടുവരില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് തന്നെ ആത്യന്തികമായിട്ട് നോക്കുകയാണെങ്കിൽ നഷ്ടം തന്നെയാണ്. കാരണം 30% നികുതി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ നാട്ടിൽ പെട്രോളിന് സെസ് കൊണ്ടുവന്ന പോലെ ഇരിക്കും. അതായത് വിൽപ്പന കുറയും, ആത്യന്തികമായിട്ട് നികുതി വരുമാനം ഗവൺമെൻറ്റിലേക്ക് എത്തിപ്പെടുന്നത് കുറയും എന്നുള്ള രീതിയിലാണ് എത്തുക. അതേപോലെ തന്നെ ഇവിടെ ട്രേഡിൻ്റെ എണ്ണം, കോടിക്കണക്കിന് വരുന്ന ട്രേഡുകളുടെ എണ്ണം കുറയും. അതുവഴി കുറച്ച് പൈസയെ കിട്ടുന്നുള്ളെങ്കിൽ കൂടിയും മൊത്തം നമ്മൾ ഒരു ആഴ്ചത്തെയോ ഒരു ദിവസത്തെയോ നമുക്ക് വരുമാനം എടുത്ത് നോക്കുമ്പോൾ ഗവൺമെൻറ്റിലേക്ക് നികുതി വരുമാനം തുലവും തുച്ഛമായിരിക്കും. കാരണം വളരെ ഉയർന്ന നിലയിലുള്ള എൻട്രി ബാരിയർ ഉയർത്തുകയും ഈ പറഞ്ഞതുപോലെ 30% ഇതിലേക്ക് വരുമ്പം ചെറിയവരാരും ഉണ്ടാകില്ല. ട്രേഡിംഗ് വോള്യം കുറയും. പിന്നെ കിട്ടുന്നവരുടെ അടുത്ത് 30% വാങ്ങിക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആത്യന്തികമായിട്ട് നമ്മൾ എണ്ണിപ്പറക്കി നോക്കുമ്പം ഗവൺമെൻറ്റിൻ്റെ വരുമാനം, ഈ ഒരു F&Oയിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞു തന്നെയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഗവൺമെൻറ്റിനും കാര്യമായിട്ട് ബെനിഫിറ്റ് ഇല്ല, ബ്രോക്കേഴ്സിനും കാര്യമായിട്ട് ബെനിഫിറ്റ് ഇല്ല. ആത്യന്തികമായിട്ട് ഇതുകൊണ്ട് ആകെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് റീറ്റെയിൽ നിക്ഷേപകർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് നടപ്പാക്കുമെന്ന് എനിക്ക് വലിയൊരു പ്രതീക്ഷയും പ്രത്യാശയൊന്നും ഇല്ല. കാരണം റീറ്റെയിൽ നിക്ഷേപകർക്കും സാധാരണക്കാർക്കും മാത്രമായിട്ട് പ്രയോജനം കിട്ടുന്ന ഒരു കാര്യവും സാധാരണ രീതിയിൽ ഒരു ജനാധിപത്യ രാജ്യങ്ങളിലും നടപ്പാക്കാറില്ല. മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നം, ഈ നാട്ടിലെ പല നിയമവിരുദ്ധമായിട്ടുള്ള പല ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളും ഉയർത്തെഴുന്നേറ്റ് വരും. എന്തുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മദ്യം നിരോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ വാറ്റുചാരായം ഉണ്ടാക്കുന്നത് വളരെയധികം ഫ്ലറിഷ് ആവുന്നത് പോലെ, അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ലഭ്യത കുറഞ്ഞു കഴിഞ്ഞാൽ കഞ്ചാവിലേക്ക് പോകുന്ന പോലെ ഇതേപോലത്തെ ഒരു സംഭവങ്ങളുണ്ടാകും. ഇല്ലീഗലായിട്ടുള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോമും ഈ പറഞ്ഞതുപോലെ ട്രേഡിംഗ് എന്ന് പറയുന്നത് അഡിക്ഷൻ ആയിട്ടുള്ളവരെ അവരെ കെണിയിൽ വീഴ്ത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള അനേകം പ്ലാറ്റ്ഫോമുകൾ ഉയർത്തെഴുന്നേറ്റ് വരും. വോൾട്ടിൻ്റെ ഒക്കെ കഥകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതേപോലെ തന്നെ ആയിരക്കണക്കിന് വരും, നാട്ടുകാരുടെ പണവും കൊണ്ട് പോകും.
അതാണ് ഇതിൻ്റെ ഒരു വലിയൊരു ഡിസഡ്വാൻറ്റേജ്. എന്തുകൊണ്ടാണ് ഇത് അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെന്നും അതുപോലെ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്നുള്ളൊരു കാര്യം ഇവിടെ പുകവലിക്കുന്നവർക്കും മദ്യം ഉപയോഗിക്കുന്നവർക്കും അറിയാം. അതുപോലെ F&Oയിൽ ട്രേഡ് ചെയ്യുന്നവരിലും ബഹുഭൂരിപക്ഷത്തിനും അറിയാം. ഈ പറഞ്ഞ പോലെ ഞാൻ ഇതിൻ്റെ അകത്ത് ട്രേഡ് ചെയ്താൽ പോലും, അഥവാ എൻ്റെ മുമ്പത്തെ ചരിത്രം എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ പോലും FDയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെക്കാളും കുറഞ്ഞ വരുമാനം മാത്രമേ ഇതിൻ്റെ അകത്ത് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ എന്ന്. എങ്കിൽ പോലും അവരുടെ ശുഭാപ്തി വിശ്വാസം, ഒരിക്കലും കൈവിടാത്ത ഏറ്റവും ദൂഷ്യകരമായിട്ടുള്ള ശുഭാപ്തി വിശ്വാസം, അഥവാ പുറത്തുനിന്ന് ഇക്കാര്യത്തെക്കുറിച്ച് നഷ്ടപ്പെട്ടവരാണ് ഓടി വരും ഞാൻ നിങ്ങളെ ലാഭത്തിലാക്കാമെന്ന് പറയുന്നവരുടെ പ്രേരണയും, ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് അവർക്ക് ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് നിർത്താൻ കഴിയുന്നില്ല. ആദ്യം സ്പെയർ ആയിട്ടുള്ള പൈസ ഇട്ടിട്ടായിരിക്കും തുടങ്ങുന്നത്, പിന്നെ നിർത്താൻ കഴിയാത്തതുകൊണ്ട് നാട്ടുകാരുടെ നിന്ന് വാങ്ങിക്കും, ഭാര്യയുടെ കെട്ടുതാലി പണയം വെക്കും, വീട് വിൽക്കും. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു പ്രോഗ്രഷൻ. അപ്പം അതുകൊണ്ട് അഡിക്ഷൻ എന്ന് പറഞ്ഞവർ ഈ പറഞ്ഞതുപോലെ നമ്മളിവിടുത്തെ വ്യവസ്ഥാപിതമായിട്ടുള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോം അവർക്ക് അപ്രാപ്യമായി കഴിഞ്ഞാൽ ഇവിടെ നിയമവിരുദ്ധമായിട്ടുള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളിലേക്ക് അവർ ആകർഷിക്കപ്പെടുകയും ചെയ്യും, പണം വളരെ എളുപ്പത്തിൽ നഷ്ടമാകുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊരു ടാക്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഇതൊക്കെ തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ഇങ്ങനത്തെ ഒന്ന് കൊണ്ടുവരുമെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. മേൽപ്പറഞ്ഞ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ കൊണ്ടുവന്നാൽ നല്ലത്. ഇതോട് ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി.